ജേട്ടാ നമസ്കാരം. ദ മാൻ വിത്ത് ദ എവർഗ്രീൻ വോയിസ്. ഞാൻ ഏറ്റവും ആരാധിക്കുന്ന മ്യൂസീഷ്യൻസിൽ ഒരാളാണ് ജേട്ടൻ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ജേട്ടൻ പല ഇൻ്റർവ്യൂസിലും ഇങ്ങനെ വളരെയധികം പല ആൾക്കാരെയും നേരിട്ട് തന്നെ വിമർശിക്കാറുണ്ട്, ജേട്ടൻ്റെതായിട്ടുള്ള രീതിയിൽ കാഴ്ചപ്പാടുകൾ പറയാറുണ്ട്. അപ്പോൾ ഇത് പല ആൾക്കാരിലും ഒരുപക്ഷെ ജേട്ടനോട് ഒരു അപ്രിയം സൃഷ്ടിക്കാറില്ലേ? അപ്പോൾ ജേട്ടൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. എനിക്ക് പക്ഷേ ഈ ഒരു അഭിപ്രായമില്ല. എന്താ കാരണം, പക്ഷേ ഇത് പെർസെപ്ഷനാണ്. പലപ്പോഴും പബ്ലിക് പെർസെപ്ഷൻ ഡിസെപ്റ്റീവ് ആകാം. മിന്നുന്നതൊന്നും പൊന്നല്ല എന്ന് പറയുന്നത് പോലെ. പക്ഷേ ഇങ്ങനൊരു അഭിപ്രായമുണ്ട്. പക്ഷേ ഈ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ടുള്ള പല അഭിപ്രായങ്ങളുണ്ട്. ഞാൻ വേറൊരു അഭിപ്രായം കൊണ്ടുവരാം, വരട്ടെ. സുശീലാമ്മയോടൊപ്പം ജയേട്ടനും ഞാനും ഒരു പ്രോഗ്രാമിന് വേണ്ടി പോവുകയും ഒരു ഫ്ലാറ്റിൽ ഒരുമിച്ച് താമസിക്കുകയും ചെയ്തപ്പോൾ അവിടെ ജയേട്ടനെ കാണാൻ വന്ന ഒരു ജയേട്ടൻ്റെ ഒരു ആരാധികയുടെ ഫാമിലിയുമായിട്ട് ഒരുമിച്ച് വരികയും അവർ ജയേട്ടനോട് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് പാടാൻ പറയുകയും ചെയ്തു. ഹർഷബാഷ്പം തൂകി എന്ന ഗാനം അവർക്ക് വേണ്ടി വളരെ സ്വതന്ത്രമായി അടുത്തിരുന്ന് അവരെ അങ്ങേറ്റം സ്നേഹത്തോടെ അവരെ കാണുകയും അവരോട് വളരെ സൗമ്യമായി ആ പാട്ട് പാടി കേൾപ്പിക്കുകയും ചെയ്തപ്പോൾ അവരുടെ കണ്ണു നിറയുന്നതും ഒരുപാട് നേരം അവർ വിഷമിച്ചിരിക്കുന്നതും സന്തോഷം കൊണ്ട് അങ്ങനെ കരയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആരാധകർ, ഭക്തിയോട് കാണുന്ന ഒരുപാട് ആരാധകരുള്ള ഗായകനാണ് ജയേട്ടൻ. അവരോട് ഈ JB ജംഗ്ഷൻ എന്ന പരിപാടിയിലൂടെ എന്താണ് പറയാൻ ജയേട്ടൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം. പോരാ, എനിക്ക് തൃപ്തിയായിട്ടില്ല, ഇനിയും വേണം. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് തുല്യമായി ഞാൻ കാണുന്നൊരു വ്യക്തി ജയേട്ടനാണ്. 1982 നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭക്തിഗാനമേളയ്ക്ക് വന്നാണ് ജയേട്ടൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം ജയേട്ടൻ എൻ്റെ വീട്ടിൽ വരുന്നു, നമ്മൾ തമ്മിൽ അടുക്കുന്നു. 32 വർഷമായി നമ്മൾ ബന്ധം തുടങ്ങിയിട്ട്. എൻ്റെ വിവാഹത്തിന് ദുബായ് പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ടാണ് ജയേട്ടൻ എൻ്റെ വിവാഹത്തിന് ദുബായിൽ നിന്ന് വരികയും കല്യാണം കഴിഞ്ഞുകൊണ്ട് ജയേട്ടൻ തിരിച്ചു പോവുകയും ചെയ്തു. 32 വർഷമായിട്ട് ഈ ബന്ധം ഇതേ രീതിയിൽ കൊണ്ടുപോകാൻ ജയേട്ടന് പ്രചോദനമായ കാരണം എന്താണ്? ഞാൻ ഇതുവരെ ജയേട്ടനോട് നേരിട്ട് ചോദിച്ചിട്ടില്ല. ഈ പ്രോഗ്രാമിലൂടെ അതറിയാൻ ഞാൻ താല്പര്യപ്പെടുന്നു. കേട്ടല്ലോ മഹിമ, സ്വഭാവ മഹിമ കേട്ടല്ലോ. കേട്ടു, പറഞ്ഞു. ഞാനില്ലാത്തത് ഇപ്പം എന്താ ശുണ്ഠിയെക്കുറിച്ചാണോ? എൻ്റെ ശുണ്ഠി വന്നു. അതേസമയം ഒരു ആരാധിക ചോദിച്ചപ്പോൾ പാടി അവർക്ക് ഹർഷബാഷ്പം ഉണ്ടാക്കി കൊടുത്തു, പാടി കൊടുത്തു. ആരാധിക്കും അറിയില്ല, ഓർമ്മയില്ല. ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഹർഷബാഷ്പം ഒരു ആരാധിക്കും മാത്രം കൊടുക്കേണ്ടതല്ല. ഈ ഹർഷബാഷ്പം ഇല്ലെങ്കിൽ ഈ JB ജംഗ്ഷൻ വിത്ത് ജയേട്ടൻ പൂർണ്ണമാകില്ല. ശരി, അപ്പം ശരി, തുടങ്ങിക്കളയാം. അതെ അതെ അതെ. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്വൂ നീ, എന്തു ചെയ്വൂ നീ, ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്വൂ നീ. ഇന്ദുമുഖി ഇന്ന് രാവിലെ എന്ത് ചെയ്യും? പി. ഭാസ്കരൻ മാഷ്. ചേട്ടാ, ഈ സ്വഭാവത്തെക്കുറിച്ചൊക്കെ ആൾക്കാർ പറഞ്ഞല്ലോ. ഒരുപക്ഷെ ഈ മുൻചുണ്ടിക്കും ചെറിയ ക്ഷോഭത്തിനുമൊക്കെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആർദ്രത ഉള്ള ഈ മനസ്സിനെ പലരും തിരിച്ചറിയാതെ പോകുന്നുണ്ടെന്നുള്ളൊരു പരാതി താങ്കൾക്കുണ്ട്. ഞാനതിനെക്കുറിച്ചൊന്നും ബോധമില്ല ബ്രിട്ടാസ്. ഞാൻ എൻ്റെ രീതിയിൽ പെരുമാറും. എന്താ അവർ വിചാരിക്കണേ, എനിക്ക് യാതൊരു പ്രശ്നമില്ല. എന്ത് വേണമെങ്കിൽ വിചാരിച്ചോട്ടെ. ഈ 70-ാം വയസ്സിൽ എൻ്റെ സ്വഭാവത്തിനൊന്നും ഒരു തിരുത്തൽ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. മാഷയുടെ ഭാര്യ പറഞ്ഞു, ജയ മാഷെ പോലെയാണോ? അതെ.
മാറ്റിക്കൂടെ? മാറ്റിക്കൂടെ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അത് പറ്റില്ല. പറ്റില്ല. അങ്ങനെയല്ല കുട്ടി, മാറ്റണം. അല്ല, മാറാൻ പറ്റും തോന്നില്ല എന്ന് പറഞ്ഞു. അത് സത്യമാണ്, മാറാൻ പറ്റും തോന്നുന്നില്ല. അത് ഞാൻ തന്നെ പറയുന്നത്. മാറിയാൽ നന്ന്, അങ്ങനെയും പറയാം. അതിനെക്കുറിച്ച് ബോധമല്ല ഞാൻ. എങ്ങനെ പോകുന്നു ജീവിതം, അങ്ങനെ